അതിരാവിലെ തന്നെ പുറപ്പെട്ടു. മുസ്ലിമീങ്ങളൊക്കെയും പോകാൻ വേണ്ടി ഒരുങ്ങിയോലും വന്നോലും എല്ലാവരുടെയും. ഞാൻ അപ്പോഴും ഒന്നും എടുത്തിച്ചിട്ടില്ല, തയ്യാറായിട്ടില്ല. എൻ്റെ യാത്ര ഒരുക്കങ്ങളിൽ ഒന്നിനും ഞാൻ പൂർത്തിയാക്കിയിട്ടുമില്ലായിരുന്നു. പിന്നെ ഞാൻ പ്രഭാതത്തിൽ പോയി പറച്ചാഴ്ത്തു, വീണ്ടും ഞാൻ ഇടേനെ മടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓലെ കുറച്ചൊക്കെ പൊയ്ക്കോട്ടെ, ഓലിങ്ങനെ നടന്ന് പോകുമ്പോ എനിക്കെന്ത് ചെയ്യാ, കുതിരപ്പുറത്ത് സ്പീഡിലാണ് പോവാലോ എന്ന് വിചാരിച്ചു. അത് വീണ്ടും അങ്ങനെ എന്നെ കൊണ്ട് നീണ്ടുപോയി. അവരൊക്കെ ഉളരിപ്പോയി. അവര് പോയി അടുത്തൻ്റെ അടുത്ത് എത്തി. നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് അതാ തസ്രവ്. അവരാണ് പോയി. അങ്ങനെയല്ലോ നമ്മൾ തിരക്കും വാഹനമുള്ള ബസ്സിന് തിരക്കാണെങ്കിൽ അതിന് മുമ്പ് തസ്നു അറിയും. അങ്ങനല്ലേ, എത്താൻ വേണ്ടിയിട്ട് ഇതിന് തിരക്കോ അതിന് അറിയും. അങ്ങനെ യുദ്ധം അതങ്ങനെ കഴിഞ്ഞു കിടക്കുകയും ചെയ്തു. അപ്പോ ഏകദേശമൊക്കെ അവിടെ എത്തി യുദ്ധങ്ങൾ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ പെട്ടെന്നാണ് പാഞ്ഞു ഓല കൊടുത്ത് കണ്ട് എത്തിയാലോ, തുടങ്ങിക്കോട്ടെ എന്നാലും കണ്ട് എത്താലോ എന്ന് വിചാരിച്ചു. പക്ഷെ വിചാരിച്ചു എന്നല്ല, അപ്പോഴും പോയില്ലാന്നാ. അങ്ങനെ ഞാൻ വിചാരിച്ചു അത്താനർത്ഥഹില, പിന്നെ വാഹനം കയറാൻ പൗതിരിക്കവും അവരെത്തിക്കാൻ കുറെ ആണ്ട് എത്തിക്കണം. എന്നാലും ഞാൻ വേഗല് സ്പീഡിലാണ് വിട്ടാലോന്ന് കരുതിയുള്ളൂ കേട്ടോ. അതാ പയാലൈത്തനീ പായൽത്തു, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ബാക്കിലാണെങ്കിലും വിട്ടാൽ മതിയായിരുന്നു. ഓലോടേലൊക്കെ വിശ്രമിക്കണോടന്ന് ഒപ്പത്തുമല്ലോ, അതും ഞാൻ ചെയ്തില്ല. ശരിക്കും പറയാ, തുമ്മലം ആ യുദ്ധത്തിന് പോകാൻ എനിക്ക് വിധിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെ പിന്നെ എന്ന് വിചാരിച്ചിങ്ങനെ പോയി. ഞാനായി ഇതാ ഖറജത്തു ഫിന്നാസി, ജനങ്ങളിൽ അങ്ങോട്ട് പുറപ്പെട്ടാൽ ബഅദ ഖുറൂജി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടതിന് ശേഷം പിന്നെ എനിക്ക് അതാ മടി ഉണ്ടായത്. ഇനിയിപ്പോ ഞാൻ കുറെ പിന്നിലിങ്ങനെ ഒറ്റക്ക് പോകുമ്പോ എന്താണ് ഉണ്ടാവുക, അത് എത്തൂല. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായാലോ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടാവും. ആ ആൾക്കാരൊക്കെ ഏതാ, യുദ്ധത്തിന് പോകാൻ മടിയന്മാരായി നിൽക്കുന്ന മുനാഫിക്കീങ്ങളാണ്. പിന്നിൽ പോകില്ല. അങ്ങനെ തന്നെയാണല്ലോ. ഒരു കാര്യം ആണോ വേണ്ട വെച്ചിട്ട് ഇങ്ങനെ കൂടിയെന്ന് വൈലിയാറ് നമ്മൾ പറയല്ലോ. അപ്പൊ ആണെന്നില്ല വേണ്ടാന്നില്ല, മറ്റവരൊക്കെ കാണാൻ വേണ്ടി അതിൻ്റെ കൂടുതൽ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു പണിയോട്ട് എടുക്കണില്ല. ഈ ഒരു വർത്തമാനം പറയുമെന്നൊരു പേടിയായി. അതാ ഉണ്ടോ, യഹ്സുനുനി, എന്നെ മുഷിപ്പാക്കി, അന്നി ലാ അറാലി ഉസ്വതൻ, എനിക്കൊരു തുടർച്ചയില്ല. അതായത് എന്നെ പോലുള്ളവരില്ല. ഇല്ല റജുല മഗ്മൂസൻ അലൈഹി പിന്നിപ്പാക്കി, കാപ്പട്യത്തിൽ പിന്നെ നിർത്തപ്പെട്ട ചില ആളുകൾ ഒഴികേന്ന്. അതാ മഗ്മൂസൻ അലൈഹി പിന്നിപ്പാക്കി, കാപ്പട്യം ആരോപിക്കപ്പെട്ടതായ പിന്തുടർച്ചക്കാരല്ലാതെ എനിക്കില്ല. ആക്ഷേപിക്കപ്പെടുക മഗ്മൂസ് പറഞ്ഞതാണ്. ഓനെപ്പറ്റി അങ്ങനെ പറയണു, ഓൻ കപടനാണ്, ഓ എല്ലാം സജീവമായിട്ടൊന്നും വരൂല എന്ന് പറയുന്നുണ്ട്. കപടന്മാരെപ്പോഴും പേടിയാണ്. സ്റ്റേണായിട്ട് രണ്ടോടത്ത് നിൽക്കണേ, അതിലാണേ അതിലേറെ, ഇതിലാണ് ഇതിലേറെ, ഇത് രണ്ടിലും ഉണ്ടാവും. ഇവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. എങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ ഒരു കാര്യം പറയാനും പറ്റൂല. ഇവിടെ പറഞ്ഞൊക്കെ അവിടെ പോയി പറയും, അവിടെ പറഞ്ഞൊക്കെ ഇവിടെയും പറയും. ഓൻ അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവില്ല ഒരിക്കലും. അതാണ് കപടന്മാരുടെ സ്വഭാവം. ലാ ഇലാഹുലാ വലാ ഇലാഹുലായിയാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും കണിശമായി ആക്ഷേപിച്ചൊരു വിഭാഗമാണ് അവര്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാനുണ്ടാവും അവിടെ യുദ്ധത്തിന് പോകണ്ട എന്ന് സമ്മതം നൽകപ്പെട്ട രോഗികള്, അതുപോലെ തന്നെയാണ് വാർദ്ധക്യമെത്തിയവര്, ഇങ്ങനെയുള്ള കുട്ടികള്, സ്ത്രീകളൊക്കെയാണ്. കാരണം ഈ കൂട്ടത്തിൽ എന്താ കഥ ഉള്ളത്, നല്ല ആരോഗ്യവാനും സമ്പന്നനും സമൃദ്ധമായ ജീവിതാഐശ്വര്യമുള്ള സമയത്ത് ഇന്ന കൂട്ടത്തിൽ പിന്നെ എന്തിനാ നല്ലത് എന്ന് അതും ചിന്തിച്ചു പോരേന്ന്. ബലഹീനരിൽ നിന്ന് അല്ലാഹു തആല ഉദ്ർ നൽകുക, കാരണം നൽകിയ ആളുകൾ ഒഴികെ പോരണ്ടാന്ന് പറഞ്ഞവരുണ്ടാകും. അപ്പൊ ഞാന് അതും വിചാരിച്ചിങ്ങനെ നിന്ന് ചുരുക്കി പറഞ്ഞ അവരാണ് പോയി. പിന്നെ അത് വിട്ട്
വിട്ട് യുദ്ധത്തിന്റെ അവസരത്തിൽ അവിടെ എത്തിയപ്പോഴാണ് എന്ത് ചെയ്തത്? അതാ വലം യദ്കുറുനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഓർത്തില്ല ഹത്താ ബലഗ തബൂക്ക്, തബൂക്കിൽ എത്തുന്നത് വരെ എന്നെ കുറിച്ച് ആ അടിയിൽ നിന്നൊന്നും ചോദിച്ചില്ല. തബൂക്കിലെത്തി അവിടെ ഇരുന്നപ്പോ എന്ത് ചെയ്തു? ഫഖാല വഹുവ ജാലിസുൻ തബൂക്കിൽ ചെന്ന് എല്ലാവരും ടെന്റില് തമ്പടിച്ച് ഇങ്ങനെ ഇരുന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, അവിടെ കഅബിനെ കാണാനില്ലല്ലോ, കഅബിനെ കാണാനില്ലല്ലോ. നമ്മളെ കൂട്ടത്തിലെ പ്രസിദ്ധനായ ചെറുപ്പക്കാരനാണല്ലോ, എന്തിനും കഴിവുള്ള ആളാണ്, എന്തിനും പറ്റുന്ന ആളാണ്, എവിടെ വെച്ചു. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ ചോദിച്ചാൽ പെട്ടെന്ന് നമ്മളാണെങ്കിൽ ഇപ്പോൾ ടെലിഫോൺ ചെയ്തിട്ട് എന്നോട് ചോദിക്കേണ്ട വേഗം പോരട്ടോ എന്ന് മെസ്സേജ് ചെയ്യും, എഴുതി വിടെങ്കിലും ചെയ്യും. ഇത് ചാൻസിലല്ല, അന്നാ സൗകര്യമില്ലേ. അവിടുന്ന് ചോദിച്ചപ്പോഴാണ് എന്തായി, പിന്നെ കൂട്ടത്തിലൊക്കെ അങ്ങനെയാണല്ലോ, നമ്മളൊരാളെ പറ്റി ഇങ്ങനെ ചോദിച്ചാൽ മതി, എന്താ ഇപ്പം അബ്ദുള്ള ഫൈസിൻ്റെ ഹാലും ചോദിച്ചാൽ മതി, ഇന്നാ ഒരു തലക്കെന്ന് തുടങ്ങും, ചെറിയതായിട്ട് ഉള്ളിലുണ്ട് ഇങ്ങനെ പറയും, കുഴപ്പമൊന്നുമില്ല, നല്ല ആളൊക്കെ തന്നെയാണ്, പക്ഷേ എന്താ പറയുക, ചിലപ്പോൾ മൂപ്പർക്ക് ഒരു തിരിപ്പുണ്ട് കേട്ടോ അറിയും. അവിടുന്ന് തുടങ്ങും. പിന്നെ ഇങ്ങനെ പറഞ്ഞ് അയാളെ കുറ്റം മുഴുവൻ പറയാനുണ്ടാവും. ഇതെല്ലാവരും ഉള്ളതാണ്, നല്ല മനുഷ്യന്മാരാണ്, കാരണം അല്ലായിട്ടൊന്നല്ല. അങ്ങനെ സംഭവം ഉണ്ടായി എന്നാണ് ഇനി പറയാൻ പോണത് കേട്ടോ. ഇവിടെ എത്തിയിട്ട് ഇവിടെ നിർത്താം, പെട്ടെന്ന് പറഞ്ഞ് നിർത്താം കേട്ടോ. ഓ ജാലിസുൽ ഖൗം മാ ഫഅല കഅബ് ഇബ്നു മാലിക്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ഇബ്നു മാലിക് എന്തേ കാണാനില്ലല്ലോ. ഫഖാല റജുലുൻ മിൻ ബനീ സലമ, ബനൂ സലമയിൽപ്പെട്ട ഒരാള്. അപ്പൊ കഅബ് ഇബ്നു മാലിക്കുമായി ചെറിയൊരു ചർച്ചക്കുറവുണ്ടായി. അതുകൊണ്ട് എന്തേ പറഞ്ഞത്? യാ റസൂലല്ലാഹ് ഹബസഹു ബുർദാഹു, അയാൾ ആ സമാധാനം അയാളെ തടഞ്ഞു വെച്ചോടെ. ഇപ്പൊ പയമായിരുന്നല്ലോ, നല്ല സമാധാനത്തിലല്ലേ. ദുബായിലൊക്കെ പോയി എന്നാണല്ലോ, നല്ല സമാധാനത്തിലാണ്. പിന്നെ രണ്ട് ഭാഗത്തേക്ക് നോക്കലും, രണ്ട് ഭാഗത്തേക്ക് നോക്കുക പറഞ്ഞാല് അത് പിന്നെ ചുറ്റുഭാഗത്തും നല്ല കായികനികൾ നിറഞ്ഞ തോട്ടണ്ടാടിനെ കുറിച്ച് സൂചിപ്പിച്ച മൂപ്പർക്ക് ശാരീരിക സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അതും നോക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാകും എന്ന്. എന്നാ ഒരു കുറ്റല്ലേനും എന്നാ കുറ്റാണേനും അങ്ങനെ ഒരു പറച്ചില് കേട്ടോ. അത് ഒരു സ്ഥാനക്കുറവുള്ള വർത്താനായി പോയി എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു ഉടനെ തോന്നി. അപ്പൊ പറഞ്ഞു, പറഞ്ഞ ഏതായാലും ശരിയല്ല കേട്ടോ, കഅബിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. അതാ അത് നമ്മൾ എവിടുന്നും ചെയ്യണ്ട കേട്ടോ. ആരെങ്കിലും അങ്ങനെ ചെറിയ വടിയിടണ ഉടനെ തിരുത്തിക്കൊള്ളണത്. അങ്ങനെ ഇല്ലാത്തൊരാളുകളെ കുറിച്ച് പറയാൻ സമ്മതിക്കാൻ പാടില്ല. അതൊക്കെ എന്താ പിന്നെ ഈ വഴിവെക്കല കേട്ടോ. ഉടനെ പറഞ്ഞു, പറഞ്ഞു, നീ പറഞ്ഞ വളരെ മോശം കേട്ടോ, കഅബിനെ കുറിച്ച് അങ്ങനൊന്നും പറയാൻ പാടില്ലേനോ കേട്ടോ. വല്ലാഹി, അള്ളാഹുവിന്റെ തിരുദൂതരെ, യാ റസൂലല്ലാഹ് മാ അലിംനാ അലൈഹി ഇല്ലാ ഖൈറ, ആ കഅബിന്റെ മേൽ നന്മല്ലാത്തൊന്നും നമുക്കറിയില്ല. എന്തി പോരാഞ്ഞെന്ന് അറിയില്ല, പോരാളെ എല്ലാ സാഹചര്യം റെഡി, ആള് സന്നദ്ധനാണ്, അങ്ങനെ ഒരു മടിയനോ മോശക്കാരനോ ഒന്നുമല്ല നബിയേന. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീ പറഞ്ഞത് ശരിയാണ്, മറ്റോ മനുഷ്യ ശരിയല്ല എന്ന് പറയാൻ പോയോ, ഒന്നും മിണ്ടിയില്ല, ഒന്നും പ്രതികരിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒന്നും മിണ്ടാതിരുന്നു. അങ്ങനെ ഇങ്ങനെ തമ്പിലിരിക്കുന്ന സമയത്ത് ഒരു വെള്ള വസ്ത്രം ഇങ്ങനെ മുന്നോട്ട് ഗമിച്ചു വരുന്നതായി വിട്ടുന്നിങ്ങനെ തോന്നി. മരീച്ചിക വരുന്നത് പോലെ ആ വിട്ടുന്ന് ഇങ്ങനെ വെള്ള വസ്ത്രത്തിന്റെ ലംഘലിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? അതാ കേട്ടോ, ഈ അവസ്ഥയിൽ ഇരിക്കണ്. അത് മറ്റൊരു സംഭവമാണ്. ഇങ്ങനെ ചർച്ച ചെയ്തിരിക്കുന്നതിന്റെ ഇടയിൽ മുബിയല്ലൻ എന്ന് പറഞ്ഞാൽ വെള്ള വസ്ത്രം ധരിച്ച് വരുന്ന ഒരാളെ കണ്ടു. യസൂലു സറാബു ഉണ്ടോ, പിന്നെ യസൂലു ബി സറാബു, ആ മരീച്ച് അയാളിപ്പോ ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് ദൂരത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ ഇങ്ങനെ തിളക്കം തോന്നും. അങ്ങനെ മരിച്ചേരല്ലേ നമ്മള് മരുഭൂമിയിൽ റോട്ടിൽ ഡാർട്ട് റോട്ടിലൊക്കെ നോക്കിയാൽ ഇങ്ങനെ വെയിലടിക്കണമാതിരി ഇങ്ങനെ, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കണം ഇങ്ങനെ പോകണം. അത് കുറച്ചാണ്ട് പോകുമ്പോൾ കുറച്ചാണ്ട് പോയിട്ടുണ്ടാവും. അതിനാണ് മരീച്ചികാർ. അതെ, അപ്പൊ ആ ഒരു ഒഴുക്കിൽ ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ വരുന്നു, തനി വെള്ള വസ്ത്രം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ ദൂരത്തു നിന്നാണ് കാണുന്നത്. അപ്പൊ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻ അബാ ഖൈതം,
അബൂ ഖൈസമൈക്കാളാർ, അതായത് അത് അബൂ ഖൈസമാവട്ടെ എന്ന് പറഞ്ഞു. فإذا هو أبو خيثمة الأنصاري رضي الله عنه. അബൂ ഖൈസമ റളിയല്ലാഹു അൻഹു ആയിരുന്നു അൻസാരിയ, മദീന നിവാസിയ. എന്തേ അവരെ പ്രത്യേകം പരിചയപ്പെടാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധർമ്മം കൊണ്ടുവരാൻ വേണ്ടി ഒരു ദിവസം പറഞ്ഞു. ഉള്ളവരൊക്കെ ഉള്ളതൊക്കെ കൊണ്ടുവരുന്നു. അപ്പം ആ കൂട്ടത്തില് കുറച്ച് കയ്യിലുള്ളത് വാരി പിടിച്ച് കൊടുന്നവരുണ്ട്, വസ്ത്രത്തില് പിന്നെ ഉള്ളത് കൊടുന്നിട്ടവരുണ്ട്. അന്ന് അബൂ ഖൈസമ റളിയല്ലാഹു അൻഹു ഒരു സ്വായ് ഇങ്ങനെ കീശിയിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൊടുന്നു. അപ്പോൾ മുനാഫിക്കങ്ങൾ എല്ലാം കൊണ്ടുവരണോലും കളിയാക്കണ പണി അന്ന് എടുത്തേ. കുറച്ചുണ്ട് എത്താടാ ചെങ്ങായി, ഒരു വലിയ കൂമ്പാരം കൊണ്ടവൻ എൻ്റെ ഒരു 100 ഉറുപ്പ്യ കൊടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ കൊടുക്കുമ്പോണ്ടല്ലേ ആക്ഷേപിക്കല്. അതായി തോനെ കൊടുത്ത് പറഞ്ഞു, ഇതൊക്കെ റിയാവിന് കൊണ്ടുവരില്ല ചെങ്ങായെ, ഈ മനുഷ്യന്മാർ മുഴുവൻ കാണാൻ വേണ്ടി കെട്ടി വലിച്ചു കൊണ്ടുവരണം, കുറച്ച് കൊടുത്താൽ പോരെ. ചുരുക്കി പറഞ്ഞാൽ കുറ്റം പറയാനുള്ളവനെ എപ്പോഴും എന്തെന്നെ പറയണ്ടാവുള്ളൂ, കുറ്റം തന്നെ പറയണ്ടാവുള്ളേ. മുനാഫിക്കിന്റെ പണി അതായിരുന്നു. അന്ന് ആക്ഷേപിച്ചു കേട്ടോ. ഒരു കാരക്ക കൊണ്ടൊന്ന് മുനാഫിക്കുകൾ അവരെ ആക്ഷേപിച്ച അന്ന് കൊണ്ടുവന്നപ്പോ എന്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ അന്റെ ഒരു സ്വാക്ക് എന്തിനാണ് എന്ന് ചോദിച്ച് ഒന്ന് പരിഹസിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഇടയിലുണ്ടായ സംഭവം പറഞ്ഞാണ്. കഅബ റളിയല്ലാഹു അൻഹു പറയാ, ബാക്കി കഴിഞ്ഞ് യുദ്ധമൊക്കെ കഴിഞ്ഞ് എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു വന്നു എന്ന. തിരിച്ചു വന്നിട്ട് ഉടനെ ഉണ്ടായ സംഭവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്ന് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കുറച്ച് പിക്ക് പറയല്ലേ ഷിസ, പെട്ടെന്നേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.